ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു റിപ്പോർട്ടറിനെയാണ് കാണുന്നത്. അയാളൊരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ലേഡി അകത്തേക്ക് വരുന്നുണ്ട്. നിനക്ക് തെളിവുകളെല്ലാം കിട്ടിയോ, അതെവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എല്ലാ തെളിവും തന്നെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് കമ്പനി ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ രക്ഷിക്കാന്ന് അവൾ പറയാണ്. അതിനുശേഷം ഒരു ഹാർഡ് ഡ്രൈവ് എടുത്തിട്ട് ഇപ്പോൾ റിപ്പോർട്ടറിന് കൊടുക്കുന്നുണ്ട്. റിപ്പോർട്ടർ ഇപ്പോൾ അത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു മെഡിക്കൽ കമ്പനി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരെ വെച്ചിട്ടും അതുപോലെ തന്നെ മൃഗങ്ങളെ വെച്ചിട്ടും അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ റിസർച്ചും തന്നെ ലീഗലായിട്ട് ബാൻ ചെയ്തിട്ടുള്ള റിസർച്ചുകളായിരുന്നു. അത് മാത്രമല്ല, ഇവരുടെ കമ്പനിയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ടോക്സിക് വേസ്റ്റ് എല്ലാം അടുത്തുണ്ടായിരുന്ന ഒരു പുഴയിലേക്കാണ് ഇവർ ഡംപ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലുണ്ടായിരുന്ന എല്ലാ തെളിവുകളും തന്നെ ആ ഡ്രൈവിലുണ്ടായിരുന്നു. ഇത് മതി, ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു കമ്പനി മുഴുവനായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടർ ഇപ്പോൾ ഹാപ്പി ആവുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു കോളിംഗ് ബെല്ല് കേൾക്കാണ്. പുറത്തു നിന്നിട്ട് ആരോ അകത്തേക്ക് വരുന്ന രീതിയിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവരെത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഹാർഡ് ഡിസ്ക് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, എന്നിട്ട് അത് എവിടേക്കാണോ എത്തിക്കേണ്ടത് അവിടേക്ക് കൊണ്ടുപോയി എത്തിക്കേ, ഞാൻ അവരെ ഡീൽ ചെയ്തോളാന്ന് പറയാണ്. പുറത്തുനിന്നുള്ളൊരുത്തൻ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് അകത്തേക്ക് വരുന്നുണ്ട്. ഞാൻ എവിടെയാണുള്ളത്, ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ അയാളെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുള്ള ഹാർഡ് ഡിസ്കുമായിട്ട് സ്പീഡായിട്ട് അവിടുന്ന് ഓടി പോകുന്നുണ്ട്. എന്നാൽ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന അയാളുടെ കൂടെ ഇനിയും 2 പേരുണ്ടായിരുന്നു. അവരിപ്പോ ഇവളെ ഓടിക്കാൻ തുടങ്ങുകയാണ്. വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവളിപ്പോ മേലെ നിന്ന് താഴേക്ക് എടുത്ത് ചാടുകയാണ്. ഇവളങ്ങനെ താഴേക്ക് ചാടിയതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് അത് താഴെ വീണിട്ട് പൊട്ടി ചെതറി പോവാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ഇല്ലോ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവളുടെ ജീവന് വേണ്ടിയിട്ട് അവിടുന്ന് ഓടുകയാണ്. ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ഇപ്പൊ അവരുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരുത്തൻ ഗണ്ണെടുത്തിട്ട് അയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വെടികൊണ്ടിട്ടുള്ള അയാൾ താഴെ വീഴാണ്. എന്നാൽ കുറച്ച് നേരത്തിന് ശേഷം അയാൾ മെല്ലെ മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. അയാളിപ്പോ വീണ്ടും നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടീമിലുണ്ടായിരുന്ന മറ്റൊരാൾ അവന്റെ ഷോട്ട് ഗണ്ണിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും റിപ്പോർട്ടറിനെ ഷൂട്ട് ചെയ്യാണ്. ഇയാളിപ്പോ നിലത്തേക്ക് വീഴുന്നുണ്ട്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും എണീറ്റ് വരാണ്. എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതേ സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ടായിരുന്ന ഒരാള് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഗണ്ണ് വെച്ചിട്ട് അയാളെ ഷൂട്ട് ചെയ്യാണ്. ഈ റിപ്പോർട്ടർ ഇപ്പോ ജനലും തകർത്ത് താഴെ പോയി വീഴുന്നുണ്ട്. ഈ ലേഡി ആണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് അതിൽ ഓടുന്നുണ്ടായിരുന്നു. അവളുടെ കാലിന്റെ ചുവട്ടിലേക്കാണ് അയാൾ ഇപ്പോ വന്ന് വീണിട്ടുള്ളത്. അവളിപ്പോ ഇയാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. എന്നാൽ നമ്മുടെ റിപ്പോർട്ടർ ഇത്രയായിട്ടും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ കണ്ണ് മാത്രം ഇപ്പൊ മെല്ലെ തുറക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയൊരു ആനിമേഷൻ കാണിച്ചിട്ട് ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് പറഞ്ഞു തരാണ്. BTH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി മനുഷ്യന്മാരുടെ ആയുസ് കൂട്ടുന്നതിനായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി അവർ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയിൽ നിന്ന് ഒഴുകി വരുന്ന ടോക്സിക് വേസ്റ്റ് മുഴുവനും അടുത്തുണ്ടായിരുന്ന ഒരു പുഴയിലേക്കായിരുന്നു ഒഴുക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലേക്കിൽ ജീവിച്ചുകൊണ്ടിരുന്ന എല്ലാ ജീവികളും ഈ ഒരു ടോക്സിക് വേസ്റ്റ് കൊണ്ട് മരിച്ചു പോവാണ്. ഇപ്പൊ ഒരു കോഴി അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. ഈ ലേക്കിലുണ്ടായിരുന്ന വെള്ളം കുടിച്ചിട്ട് അതും ഒരു സോമ്യന മാതിരി ആവുകയാണ്. നമ്മൾ ആദ്യത്തെ സീനിൽ ഒരു റിപ്പോർട്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, അയാളും BTH എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവനെ വെച്ചിട്ടും എന്തോ റിസർച്ചുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ബുള്ളറ്റ് അയാളുടെ ശരീരത്തിൽ കയറിയിട്ടും അയാൾ മരിക്കാതിരുന്നത്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ്. ഇവന്റെ പേര് വിൻസ്റ്റൺ എന്നാണ്. ഇവനാണ് നമ്മുടെ നായകൻ. വിൻസ്റ്റൺ പതിവ് പോലെ ഉറക്കത്തിന് എണീക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ടിവിയിൽ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ആഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. BTH എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ് ഇവനും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീറോ ഇപ്പൊ എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോ ഹസ്ബൻഡ് മരിച്ചുപോയിട്ടുള്ള ഒരു ലേഡീനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ശരിക്കും ഇവന്റെ വൈഫിന്റെ മകനാണിത്. ഇവന്റെ പേര് വേർഡ് എന്നാണ്. വേർഡിന്റെ അമ്മ, അതായത് നമ്മുടെ ഹീറോന്റെ വൈഫ്. അവള് മരിച്ചുപോയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് അവനിപ്പോ ഹീറോന്റെ കൂടെ ജീവിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഹീറോ EMI ഒന്നും കൃത്യമായിട്ട് അടയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിലേക്ക് ഒരുപാട് നോട്ടീസുകൾ വരുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ വേർഡ് എടുത്ത് നോക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ വന്നിട്ട് അതൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അതൊന്നും ഇപ്പൊ തുറന്നു നോക്കണ്ട, ഈ ഒരു കാര്യത്തിലൊന്നും നീ ടെൻഷൻ അടിക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്കും ഈ ഒരു പയ്യനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരേ വീട്ടിൽ താമസിക്കുന്ന 2 ആൾക്കാർ, അത്ര മാത്രമേ വേർഡ് നമ്മുടെ ഹീറോനെ പറ്റി കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ വേർഡിനെ അവന്റെ സ്വന്തം മോനെ പോലെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇവർ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അത് നടത്തിക്കൊണ്ടിരുന്നത് വയസ്സായിട്ടുള്ള ഒരു മുത്തശ്ശിയാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നമ്മുടെ മുത്തശ്ശീനെ വരട്ടിയിട്ട് അവർ ഈ ഒരു ഷോപ്പ് ചെറിയ പൈസയ്ക്ക് വാങ്ങാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയും വേടും കൂടിയിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോനെ നോക്കി പേടിപ്പിക്കുകയാണ്. ഇത് കണ്ടപാട് തന്നെ അവനിപ്പോ മുഖം വെട്ടിച്ച് തിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ വേട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏജന്റ് നമ്മുടെ മുത്തശ്ശിയുടെ പൂച്ചേനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു പറയാണ്, എന്റെ പൂച്ചേനെ ഒന്നും ചെയ്യല്ലേ, അതിന് ഇവിടെ തന്നിട്ട് പോകുന്നു പറയാണ്. അധികം വൈകാത്ത ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്, മര്യാദയ്ക്ക് എനിക്ക് അതിൽ സൈൻ ചെയ്ത് തരണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്നു കളയെന്ന് പറയാണ്. ഇവരിപ്പോ കാറിൽ കയറിയിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. പൂച്ചേനെ പുറത്തേക്ക് വലിച്ചെറിയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു കാർ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. കാറിന്റെ അടിയിൽ പെട്ടിട്ട് പൂച്ച മരിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ഹീറോ ഓടിപ്പോയിട്ട് അതിനെ രക്ഷിക്കുകയാണ്. ഇപ്പൊ പൂച്ചേനെ എടുത്ത് മുത്തശ്ശിക്ക് കൊണ്ടേക്ക് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ വേട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോ ഇപ്പോ അവന്റെ പുറകെ പോകുന്നുണ്ട്. അവന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ പയ്യനാണെന്നുണ്ടെങ്കിൽ ചെറിയ കലിപ്പിലാണ്. മുത്തശ്ശിയുടെ അടുത്ത് ഈ ഒരു ഏജന്റ് വന്ന് കച്ചറ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ എന്താ ഹെൽപ്പ് ചെയ്യാതിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അവൻ. അത് പിന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരിക്കലും ഇടപെടാനായിട്ട് സാധിക്കില്ല. ഇതൊന്നും നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല, കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാലേ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട്
അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. ഇത് കേട്ടപ്പോൾ വേർഡ് പറയാണ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ, അതല്ലേ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ഹീറോ വന്നിട്ട് പറയാണ്, നീ പോകുന്ന ഡാൻസ് കോമ്പറ്റീഷനിലെ അതിലെന്തായാലും നിനക്ക് സെലക്ഷൻ കിട്ടും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മേനെ മാതിരി ഒരു ഡാൻസറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവളുടെ മകനല്ലേ നീ, അപ്പൊ തീർച്ചയായിട്ടും നിനക്ക് സെലക്ഷൻ കിട്ടുമെന്ന് പറയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് BTH എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയാണ് കാണിക്കുന്നത്. നേരത്തെ ഒരു കോഴി ആ ഒരു പുഴയിലെ വെള്ളം കുടിച്ചിട്ട് സോംബി പോലെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ മാറിയിട്ടുള്ള ഈ കോഴി തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഹീറോ ഇപ്പോൾ അവന്റെ കാറൊക്കെ ആയിട്ട് BTH എന്ന് പറഞ്ഞിട്ടുള്ള അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഹീറോയ്ക്ക് ഒരു കോൾ വരാണ്. ഈ വർക്കിംഗ് ടൈമിൽ ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവനിപ്പോൾ കോൾ എടുത്ത് നോക്കുന്നുണ്ട്. ഇവൻ മുന്നേ തലവേദനയ്ക്കായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഇവന്റെ തല സ്കാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ സ്കാനിംഗ് റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹീറോ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. നിന്നോട് ഞാനിത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, നിനക്ക് ബ്രെയിൻ ക്യാൻസർ ആണ്, ഇനി ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അത്രേ നീ ഉണ്ടാവുള്ളൂ. ക്രിട്ടിക്കൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ സർജറി ചെയ്യാനും പറ്റില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമമാണ്. ഇതിനായിട്ട് ഇനി ഒരു ചികിത്സ മാത്രമേ ഉള്ളൂ, ഒരു ഡ്രഗ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്നാൽ അതിന് ഒരുപാട് എക്സ്പെൻസ് ആവും. മാത്രമല്ല ഫോറിൽ നിന്നും ആ ഒരു മരുന്ന് ഇവിടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. നീ വർക്ക് ചെയ്യുന്നത് BTH-ലല്ലേ, അവിടെ നിനക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മെഡിസിൻ ഒക്കെ വാങ്ങാന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ പുറത്തേക്ക് വന്നിട്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കുറഞ്ഞ പ്ലാനാണ് ഇവന് വേണ്ടിയിട്ട് കമ്പനി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് അവൻ ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ട്. എന്നാൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും അവർ മാറുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് BTH എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയുടെ ഓണറാണ് കാണിക്കുന്നത്. അവന്റെ ശരീരത്തിലേക്ക് ഒരുപാട് കുരങ്ങന്റെ രക്തമൊക്കെ ഇപ്പൊ അവർ കയറ്റുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നൊക്കെ അവന്റെ സ്വന്തം ശരീരത്തിൽ പരീക്ഷിക്കുകയാണ്. ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ മെയിൻ വില്ലൻ. അവന്റെ അടുത്ത് JJ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അവൾ നമ്മുടെ വില്ലന്റെ പേഴ്സണൽ മാനേജറാണ്. വില്ലന് മാർക്കോ എന്ന് പേരുള്ള ഒരു അനിയൻ ഉണ്ടായിരുന്നു. അവനാണ് നമ്മുടെ വില്ലന്റെ റൈറ്റ് ഹാൻഡ്. വില്ലൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനാണ് ആൾക്കാരെ വെച്ചിട്ട് അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. മാർക്കോ ഇപ്പൊ അങ്ങോട്ടേക്ക് നടന്നു വന്നിട്ട് നമ്മൾ ആ ഒരു റിപ്പോർട്ടറിനെ കൊന്നിട്ടുണ്ട്, എന്നാൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റിനെ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ വില്ലൻ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് TVയിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അവളും ഇനി ജീവനോട് ഇരിക്കാൻ പാടില്ല, അവളെയും കൊന്നു കളഞ്ഞേക്കുന്ന ഓർഡർ കൊടുക്കുന്നുണ്ട്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ മാസ്ക് ഒക്കെ വെച്ച് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് അസാസിൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവർക്ക് ഈ ഒരു സിറ്റിയിൽ വലിയൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടിയിട്ട് ഒരു ബാറിൽ ഇപ്പൊ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കോ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇവളെ എത്രയും പെട്ടെന്ന് കൊല്ലണം എന്ന് പറയാണ്. ഈ ഒരു ക്യാരക്ടറിനെ കണ്ടുകഴിഞ്ഞപ്പോഴാണ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ എത്ര പേര് അത് കണ്ടിട്ടുണ്ട്, സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പൊ ഈ ഒരു ഫോട്ടോയും വാങ്ങിയിട്ട് അസാസിൻസ് അവിടുന്ന് പോകുന്നുണ്ട്. അവർ നേരെ പോയത് അവളുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അടിച്ച് പൊളിക്കുകയാണ്. അതിനുശേഷം അവൾ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അവൾ വീടിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോയിൻ. ഇവരവിടുന്ന് പോയി എന്ന് കൺഫേം ആക്കിയിട്ട് അവളിപ്പോ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഉള്ളിൽ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിനെ അവർ തല്ലിക്കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാളിപ്പോ ആരാണ് അവര്, എന്തിനാ ഇവിടെ വന്നത്, എന്തിനാ അവരെന്നെ തല്ലിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ഒരു അക്ഷരം പോലും ഇണ്ടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് ഡോർ തുറക്കുന്നുണ്ട്. അതിന്റെ ഡോറൊക്കെ വലിച്ചു പൊളിച്ചെറിഞ്ഞ് അകത്തുണ്ടായിരുന്ന ഒരു ബാഗ് എടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ വേർഡിന്റെ സ്കൂളാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവൻ പങ്കെടുക്കാൻ പോയുള്ള ആ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള പിള്ളേരെല്ലാരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഡേവിനാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയാവുന്നുണ്ടായിരുന്നു. അവനെന്തോ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അവനിപ്പോ മെല്ലെ മെല്ലെ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ വീട്ടിൽ വന്നിരുന്നിട്ട് അവന്റെ മൈനസ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിട്ട് അവൻ ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ തൊട്ടടുത്ത കടയിലുണ്ടായിരുന്ന ആ ഒരു മുത്തശ്ശിയില്ലേ, അവരിപ്പോ വീടിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവനെന്തോ സ്റ്റേജ് ഫിയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീച്ചറാണ് അവനിവിടെ കൊണ്ടുവിട്ടത്. ആള് ലേശം മൂഡ് ഓഫ് ആണ്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറയാണ്. ഹീറോ ഇപ്പൊ മുത്തശ്ശിനോട് പറയുന്നുണ്ട്, രാവിലെ അവരെ ഏജന്റ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, എന്തായാലും സോറി എന്നൊക്കെ പറയാണ്. നീ ഓൾറെഡി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ പൂച്ചേനെ നീയല്ലേ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോ ഇപ്പൊ വീടിന്റെ റൂമിലേക്ക് വന്ന് നോക്കാണ്. നോക്കുമ്പോ അവൻ അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നിന്നെ എങ്ങനെയാണ് ചിരിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് ആശാൻ ഇപ്പൊ നേരെ പോകുന്നുണ്ട്. അവന്റെ വൈഫ് ഒരു ഡാൻസർ ആയിരുന്നല്ലോ, അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇപ്പൊ പ്ലേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗേൾസ് ഒക്കെ ഇടുന്ന ഒരു ഗൗൺ ഇട്ടിട്ട് അവനിപ്പോ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഈ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ വേർഡ് അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. ഇവനീ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവന് ചിരിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ചിരിക്കുകയാണ്, അവനിപ്പോ നോർമൽ ആവുന്നുണ്ട്. ഓ അവസാനം നീ ചിരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ വന്നിരിക്കുകയാണ്. ഇതേ സമയത്താണ് ടേബിളിന്റെ മുകളിലിരിക്കുന്ന ആ ഒരു മെഡിക്കൽ ഫയൽസ് ഒക്കെ നമ്മുടെ വേർഡ് കാണുന്നത്. അവനത് എടുത്തു നോക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ അത് വാങ്ങിയിട്ട് എനിക്കിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയലും വാങ്ങി അവിടുന്ന് പോകുന്നുണ്ട്. അവനിപ്പോ നേരെ പുറത്തേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പത്തൊട്ടിയിലേക്ക് ഈ ഒരു ഫയൽ ഇടുകയാണ്. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ അവൻ അതിലെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ വില്ലനെയാണ് കാണിക്കുന്നത്. ഈ BTH എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ വെച്ചിട്ടാണ് ഇവർ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പൊ ഈ ഒരു ഇൻവെസ്റ്റർ അവിടെ വന്നിരിക്കുന്നുണ്ട്. വില്ലൻ അയാളുമായിട്ട് ഒരു മീറ്റിംഗിന് വന്നതാണ്. നിന്റെ കമ്പനിയിൽ ഞാൻ എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതുവരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചോ,
എപ്പോൾ നോക്കിയാലും റിസർച്ച് എന്ന് പറഞ്ഞിട്ട് എന്റെ പൈസ ഒരുപാട് നിങ്ങൾ തിന്നിട്ടില്ലേ? എന്നാൽ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടോ? എനിക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് വേണമെന്ന് അയാൾ ഇപ്പൊ പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ വില്ലനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അയാളുടെ മുന്നിൽ അവനിപ്പോ കാണിക്കുന്നില്ല. ഇതേപോലെ ഇവരുടെ മീറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികൾ മുഴുവനും ഇവന് തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വില്ലൻ ഇപ്പോൾ അവൻ അടുത്തേക്ക് വിളിക്കുകയാണ്. നീ എന്തിനാ ഇവിടെ വന്നത്? എന്നാ നിന്റെ ആവശ്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 12 വർഷം ആവാനായിട്ടുണ്ട്. എന്നാൽ എനിക്ക് ബ്രെയിൻ ക്യാൻസർ ആണെന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഇൻഷുറൻസിൽ അത് കവർ ആവില്ലെന്നാണ് പറയുന്നത്. എനിക്കൊരു മകനുണ്ട്, അവൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. ഓ അതാണോ കാര്യം? നിന്നെ ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നീ എന്തായാലും ഇത്രയും കാലം എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തതല്ലേ? ജെജെന്റെ അടുത്ത് അവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പറയുന്നുണ്ട്. ജെജെ ഇപ്പൊ നമ്മുടെ ഹീറോനെ കൂട്ടിയിട്ട് പോവാണ്. ഒരു സ്റ്റെപ്പിന്റെ അടുത്തെത്തിയ സമയത്ത് അവൾ പറയുന്നുണ്ട്, നീ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ ക്യാഷ് ആയിട്ട് വരാമെന്ന് പറയാണ്. ഹീറോ ഇപ്പം മെല്ലെ ഇറങ്ങി താഴെ പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഡോറ് തുറക്കാണ്. ഇതേ സമയത്ത് തന്നെ അവനെ തള്ളിയിട്ടിട്ട് ആ ഒരു ഡോർ ആരോ അടയ്ക്കുന്നുണ്ട്. ഇവരെന്തിനാ ഇപ്പൊ എന്നെ പുറത്തേക്ക് ആക്കിയതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ വീണ്ടും വാതിൽ തട്ടുകയാണ്. ഇപ്പോ അകത്തുനിന്ന് രണ്ടാളുകൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇവനെ നൈസായിട്ട് അവർ പുറത്താക്കിയതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവന്റെ കാറുമായിട്ട് നേരെ BTH എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ എങ്ങനെ ഇരുന്നത്. ഇപ്പൊ ഹീറോ അവന്റെ കാർഡ് യൂസ് ചെയ്തിട്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോവാണ്. ഗേറ്റ് അടഞ്ഞു പോകുന്നതിന്റെ തൊട്ടു മുന്നേ നമ്മുടെ ഹീറോയിനും ഉള്ളിലേക്ക് വന്ന് കയറുന്നുണ്ട്. ഹീറോ ഇപ്പോൾ കമ്പനിയുടെ ഉള്ളിലേക്ക് പോയിട്ട് ഒരു മോപ്പ് എടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാരൽ തുറക്കാണ്. അതിന്റെ ഉള്ളിൽ നിറച്ചും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ആ ഒരു വേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവനിപ്പോ മോപ്പ് അതിന്റെ ഉള്ളിലേക്ക് ആക്കാണ്. മോപ്പ് ഇപ്പൊ പുറത്തെടുത്ത് നോക്കുന്ന സമയത്ത് അത് പച്ച കളറിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ നിന്നും പുഴയിലേക്ക് ഒഴുകുന്ന ടോക്സിക് വേസ്റ്റ് അതിന്റെ സാമ്പിളൊക്കെ അവൾ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ ഇവൾ അകത്തേക്ക് കയറിയ സമയത്ത് തന്നെ മാർഗോയ്ക്ക് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോ നമ്മുടെ അസാസിൻ ടീമിനെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്ന ലേഡി കമ്പനിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടേക്ക് ചെന്നിട്ട് അവളെ കൊല്ലാനായിട്ട് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോ ഈ ഒരു ടോക്സിക് വേസ്റ്റുമായിട്ട് നേരെ ചെന്നത് അവിടെ ക്യാഷ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റൂമിലേക്കാണ്. അവിടുത്തെ സെക്യൂരിറ്റിനെ ഈ ഒരു ടോക്സിക് വേസ്റ്റ് കാണിച്ച് പീഡിപ്പിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള പൈസ തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ കൊല്ലുന്നു പറയാണ്. അത്രയും പവർഫുൾ ആയിരുന്നു ആ ഒരു ടോക്സിക് വേസ്റ്റ്. ഇയാൾ പേടിച്ചിട്ട് അവൻ ആവശ്യമായിട്ടുള്ള പൈസയെല്ലാം ഒരു ബാഗിൽ നിറച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ അതും വാങ്ങിയിട്ട് പുറത്തേക്ക് ഓടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. ഹീറോ കൊണ്ടുവന്നിട്ടുള്ള ബാഗാണ് ആദ്യം നിലത്ത് വീണത്. അതിന്റെ മുകളിലേക്ക് ഹീറോയിൻ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പിളും വീഴുന്നുണ്ട്. അത് വീണ അതേ സമയത്ത് തന്നെ കത്തി പിടിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഷോക്കാവാണ്. നീ ആരാ എന്തിനെ എവിടേക്ക് വന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ മാർക്കോവിന്റെ അസാസിൻസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹീറോയിനും കൂടിയിട്ട് അവിടുന്ന് ഓടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മതില് നമ്മുടെ ഹീറോയിൻ എടുത്ത് ചാടുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനെ പിടിച്ചു കയറ്റാനായിട്ട് കൈ കാണിക്കുകയാണ്. ഇതിനുള്ളിൽ ഈ ഒരു അസാസിൻസ് അവിടേക്ക് നടന്നെത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ അവിടുന്ന് ഓടി പോവാണ്. ഹീറോ ഇപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ച് സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ അസാസിൻ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ അവനെ ഷൂട്ട് ചെയ്യാണ്. അവൻ സ്പോട്ടിൽ അവിടെ വെച്ച് മരിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് മാർക്കോ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയാണ്. നിങ്ങൾ എന്താ ചെയ്തത്? അവൻ എന്തിനാ കൊന്നേ? റോങ് ആയിട്ടുള്ള ആളെയല്ലേ നിങ്ങൾ വെടിവെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇവളെ മാത്രം നമ്മൾ കൊന്നാ പോരെ? ഇനിയിപ്പോ എന്തായാലും ഈ ഒരു സീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പറയാണ്. ഇപ്പൊ നമ്മുടെ അസാസിൻസും നമ്മുടെ ഹീറോയിന്റെ ബോഡി എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടാങ്കിലേക്ക് കൊണ്ടിടുകയാണ്. അതിനുശേഷം അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മോപ്പും അതിന്റെ ഉള്ളിടുന്നുണ്ട്. മോപ്പിന്റെ ഉള്ളിൽ ഒരുപാട് ടോക്സിക് വേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അത് ടാങ്കിന്റെ ഉള്ളിലേക്ക് ഇട്ട അതേ സമയത്ത് തന്നെ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ടാങ്കിലുള്ള വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ബോഡിയിലേക്കും അത് ആവുന്നുണ്ട്. ഈ ഒരു ടോക്സിക് വേസ്റ്റിന്റെ പവർ കൊണ്ട് നമ്മുടെ ഹീറോയിന്റെ ബോഡി മെല്ലെ മ്യൂട്ടേറ്റ് ആവാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോ ജീവൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവന്റെ ബോഡി മുഴുവനും ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഹീറോ എങ്ങനെയൊക്കെയോ പുറത്ത് വന്നിട്ടുണ്ട്. അവനിപ്പോ അവന്റെ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തേക്ക് വരികയാണ്. അവിടെ ഒളിച്ചു നിന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഉണ്ടായിരുന്നില്ലേ, അയാൾ വന്നിട്ട് മുത്തശ്ശിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഡോക്യുമെന്റ്സിൽ മുഴുവനും അയാൾ ഇപ്പൊ സൈൻ വാങ്ങുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഏണി വഴി മേലേക്ക് കയറി പോവാണ്. അവൻ താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് ജനൽ വഴി ഉള്ളിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ വേടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോനെ കാണാത്തതിന്റെ ടെൻഷനിൽ അവന്റെ ഫോണിലേക്ക് ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചിട്ട് കോളൊന്നും കണക്ട് ആവാത്തതുകൊണ്ട് തന്നെ വോയിസ് മെയിലിലേക്ക് അവനിപ്പോ ഒരു മെസ്സേജ് അയക്കുകയാണ്. നിങ്ങൾ എത്ര നേരമായി വീട്ടിൽ പോയിട്ട് ഇതുവരെ നിങ്ങളെന്താ തിരിച്ചു വരാത്തെ? എപ്പോഴാ വരിക എന്നൊക്കെ ചോദിച്ചിട്ട് അവനിപ്പോ വോയിസ് മെയിലിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ വീടിന് അവന്റെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവാണ്. എടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ വാതിലും എല്ലാം തുറക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ രൂപം കണ്ടു കഴിഞ്ഞപ്പോ വീട് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ ഹീറോന്റെ നേരെ വലിച്ചെറിയാണ്. അവന്റെ മുഖത്തടിച്ചിട്ട് അവനിപ്പോ താഴേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ഇവൻ നേരെ പോയി വീണത് ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ കാറിന്റെ മുകളിലേക്കായിരുന്നു. ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് അയാൾ വന്നു നോക്കുന്ന സമയത്ത് അയാളുടെ കാർ അങ്ങനെ കേടായി കിടക്കുന്നതാണ് കണ്ടത്. ഇപ്പൊ അയാൾ ദേഷ്യം പിടിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ഹീറോനെ ഷൂട്ട് ചെയ്യാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഒരു കൈ വെച്ചിട്ട് അത് തടയുന്നുണ്ട്. ആ ഒരു ടോക്സിക് കെമിക്കൽ ഇവനൊരു സൂപ്പർ ഹ്യൂമൻ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുള്ളറ്റ് ഇപ്പൊ പുറത്തേക്ക് തെറിച്ച് വീഴാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നിന്റെ അടുത്ത് ഞാൻ സോറി പറഞ്ഞില്ലേ, ഇതൊരു ആക്സിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തിനാ പിന്നെ നീ എന്നെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. വലിച്ച് വഴിക്ക് തന്നെ അയാളുടെ കൈ പറഞ്ഞു പോരുകയാണ്. ഈ ഒരു ടോക്സിക് കെമിക്കൽ കാരണം ഇവൻ ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ട്. ആ ഒരു കാര്യമൊക്കെ അവന് മനസ്സിലാവാണ്. എന്നാൽ അവനിപ്പോ അങ്ങനെ
ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് ഓടിക്കൂടുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ രൂപം കണ്ടിട്ട് എല്ലാവരും പേടിക്കുകയാണ്. ഇവനൊരു മോൺസ്റ്ററാണ്, ഇവനൊരു സോംബിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം അവനിപ്പോ അവിടുന്ന് ഓടിക്കുകയാണ്. ഇവന്റെ പുറകെ വരുന്ന ആൾക്കാരെ പേടിച്ചിട്ട് ഹീറോ ഇപ്പൊ അവിടുന്ന് ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശി എന്താ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്നും ഇവർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ഓടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടിലേക്കാണ് ചെന്ന് കയറിയത്. ഇവന്റെ പുറകെ തന്നെ ഇവനെ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരും വന്ന് കയറിയിട്ടുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒളിച്ചിരിക്കുകയാണ്. കുറെ സമയത്തിന് ശേഷം ഇവനെ തെരഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ അവിടുന്ന് പോയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ബോധം കെട്ട് വീഴാണ്. അവന് ബോധം വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. നോക്കുന്ന സമയത്ത് കാടിന്റെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഒരാൾ ജീവിക്കുന്നുണ്ട്. ഇവരിപ്പോ മെല്ലെ എണീറ്റ് വന്നിട്ട് അയാളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പേടിയൊന്നും തോന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. നിന്നെ കണ്ടിട്ട് ഞാൻ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നിന്റെ അനാട്ടമി മൊത്തമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഡോക്ടറാണ്. സിറ്റിയിലുള്ള ജീവിതം അടുത്താണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോ നോക്കുന്ന സമയത്ത് ഇവന്റെ മോപ്പ് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അല്ല, ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഈ കാടിനടുത്തായിട്ടുള്ള ആ ഒരു വലിയ ലേക്കില്ലേ, അവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്. നിനക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാനിതൊരു ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്റെ മകനെ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഈ ഒരു രൂപത്തിൽ അവന്റെ മുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ പേടിക്കുന്നു പറയാണ്. ഇപ്പൊ ഡോക്ടർ അവന്റെ അടുത്ത് പറയാണ്, നിന്റെ ഉള്ളിലുള്ള സ്നേഹവും കരുതലൊക്കെ അവനെ മനസ്സിലാക്കിയാൽ മതി. അവൻ മാത്രമല്ല ഈ നാട്ടിലുള്ള മറ്റുള്ള ആളുകൾക്കും അതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ അവർ ഉപദ്രവിക്കില്ല എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോന്റെ മോപ്പും കൊടുത്തിട്ട് അവൻ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. നമ്മുടെ വീടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തലേദിവസം രാത്രി നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമാതിരി ഒരു മോൺസ്റ്റർ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്, അവനെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു വാർത്ത കാണിക്കുകയാണ്. സിറ്റിയിലുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് ചില കൊള്ളക്കാരെത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ അവർ ബന്ദിയായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് ഇവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് വില പേശിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റെസ്റ്റോറന്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ലേഡി ഇവർ പറയുന്ന ഒരു കാര്യവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള കൊള്ളക്കാരന്റെ തലവനാണെന്നുണ്ടെങ്കിൽ അവളെ കൊല്ലാനായിട്ട് ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് ഒരു ശബ്ദം കേട്ടിട്ട് അവർ തിരിഞ്ഞു നോക്കുകയാണ്. ബാക്കിലത്തെ ഡോറൊക്കെ തകർത്തിട്ട് നമ്മുടെ ഹീറോ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവന്റെ മോപ്പൊക്കെ ആയിട്ട് അവിടെ എങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ കൊള്ളക്കാരെല്ലാരും തന്നെ നമ്മുടെ ഹീറോന്റെ നേരെ തിരിയുന്നുണ്ട്. നീ ആരടാ, എന്തിനാ ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്നെന്ന് പറഞ്ഞിട്ട് അവനെ വെടിവെക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഹീറോ മുന്നിലേക്ക് വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന മോപ്പൊന്ന് വീശുന്നുണ്ട്. അത് ഈ ഒരു കൊള്ളക്കാരന്റെ മുഖത്ത് തട്ടുകയാണ്. മോപ്പിലുണ്ടായിരുന്ന ആ ഒരു പച്ച കളർ ഭാഗമല്ലേ, അതെന്തോ ഒരു ആസിഡ് മാതിരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തട്ടിയ ഭാഗം അങ്ങനെ പൊളിഞ്ഞു പോവാണ്. അയാൾ അവിടെ വീണ് മരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു കൊള്ളക്കാരുടെ ടീമിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാരും നമ്മുടെ ഹീറോന്റെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീറോ അവന്റെ കയ്യിലുണ്ടായിരുന്ന മോപ്പ് ഉപയോഗിച്ചിട്ട് എല്ലാരും അടിച്ച് തൂക്കുന്നുണ്ട്. എല്ലാരും ഭയങ്കര ബ്രൂട്ടലായിട്ട് തന്നെ അവിടെ വെച്ചിട്ട് കൊല്ലുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. പുറകെ തന്നെ നമ്മുടെ ഹീറോ ഇറങ്ങി വരികയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ പോലീസുകാർ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അയാളെ വെടിവെക്കില്ലേ, അയാളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ഉള്ളിലുണ്ടായിരുന്ന ഒരാൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ പോലീസുകാർ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്, എന്തിനാണ് ഇവരൊക്കെ രക്ഷിച്ചെന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, ആരെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ രക്ഷിക്കണം, അതാണ് ഹ്യൂമാനിറ്റി എന്നൊക്കെ എന്റെ മകൻ പറയാറുണ്ട് എന്നുള്ളത്. ഈ ഒരു കാര്യങ്ങളെല്ലാം TV ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ വേർഡും കാണുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായിട്ടുണ്ട് അത് അവന്റെ സ്റ്റെപ്പ് ഡാഡ് ആണെന്നുള്ളത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇപ്പൊ മൂത്രം ഒഴിക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം അവൻ ബാക്കോട്ടേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ അവൻ നോക്കുന്ന സമയത്ത് ഇവൻ മൂത്രം ഒഴിച്ചിട്ടുള്ള ഭാഗമൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ യൂറിൻ ഇപ്പൊ ഒരു ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവന്റെ യൂറിൻ ആയിട്ടുള്ള ഭാഗമൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി പോയിട്ടുള്ളത്. ദൈവമേ, എന്റെ യൂറിൻ വരെ ആസിഡ് ആയിട്ട് മാറിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിലെ TV നമ്മുടെ ഹീറോനെ കണ്ട സമയത്ത് തന്നെ അവൻ വിളിച്ചു പറയാണ്, ഇയാളാണ് എന്റെ കൈ പറിച്ചെടുത്തത്, അവനെ വെറുതെ വിടരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോനെ കൊല്ലാനായിട്ട് ഒരു ടീമിനെ അയക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വില്ലനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ ഇങ്ങനെ രൂപം മാറിയത് അവന്റെ കമ്പനിയിൽ വെച്ചിട്ടാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ഒരു ഫോർമുല വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയാണ്. എന്നാൽ സയന്റിസ്റ്റുകൾ പറയാണ്, ഈ ഒരു റെഫറൻസ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഫോർമുല ഉണ്ടാക്കുക, അവന്റെ ബ്ലഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈസി ആയിട്ട് ആ ഒരു ഫോർമുല റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വില്ലൻ മാർക്കോനെ വിളിക്കുന്നുണ്ട്. അവൻ എനിക്ക് എത്രയും പെട്ടെന്ന് ജീവനോടെ വേണം, അവനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ID കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള അഡ്രസ്സ് വെച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ വീടിന്റെ അടുത്ത് അവന്റെ അച്ഛൻ എങ്ങനെയാണ് മാറിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് മാർക്കോന്റെ അസാസിൻസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരിവിടെ എത്തിയെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയിൻ വീടിനെ കൊണ്ട് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു കോമാളിയാണെന്നുണ്ടെങ്കിൽ ജനൽ വഴി പുറത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഹീറോയിനും വീട് അവിടുന്ന് ഓടിപ്പോകുന്നത് ഇവൻ കാണുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണ് വെച്ചിട്ട് വീടിന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊരു GPS ട്രാക്കർ ആയിരുന്നു. അത് നമ്മുടെ വീടിന്റെ കാലിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന മാർക്കോനോട് ഇപ്പോ അവൻ വന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും വീടും കൂടിയിട്ട് അതിലെങ്ങനെ ഓടിപ്പോവായിരുന്നു. അതിനിടയിൽ നമ്മുടെ ഹീറോ വന്നിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇവളുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു, നിങ്ങൾക്ക് ക്യാൻസർ ആണല്ലേ, ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് മറച്ചു വെച്ചത്, എന്റെ അമ്മ ഇതുപോലെ തന്നെയായിരുന്നു, അവർ മരിക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് ഇതുപോലെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത്, നീയും അതുപോലെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊന്നും എന്നോട് തീരെ സ്നേഹമില്ലല്ലേ എന്നൊക്കെ ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് അവനിപ്പോ പറയുന്നുണ്ട്. ഹീറോ ഇപ്പൊ അവനെ സമാധാനിപ്പിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവനെ ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ ഓടി വന്നിട്ട് വേടിനെ പിടിച്ചു വലിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. ഇവൻ ആക്രമിച്ച
ആക്രമിച്ചിട്ടുള്ള ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിലെ അയാളുടെ ആൾക്കാരായിരുന്നു നമ്മുടെ ഹീറോനെ ഷൂട്ട് ചെയ്തത്. ഈ ടീമിലുണ്ടായിരുന്ന ഒരാള് നമ്മുടെ ഹീറോ മരിച്ചോന്നറിയാനായിട്ട് മെല്ലെ മെല്ലെ അടുത്തേക്ക് വരികയാണ്. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ചാടി എണീറ്റിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോപ്പ് വെച്ചിട്ട് അയാൾ ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ അവിടുന്ന് ഓടിപ്പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെയും അതുപോലെ തന്നെ വീടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓടിപ്പോകുന്നതിന്റെ ഇടയിൽ നമ്മുടെ മാർക്കോന്റെ ടീം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹീറോനെ വെടിവെച്ചിട്ട് വീടിനെയും കൂട്ടി അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ഏജന്റ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോന്റെ പുറകിൽ വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുറെ വേസ്റ്റുകൾ കൂട്ടി വെച്ചതിന്റെ ഇടയിലേക്ക് നമ്മുടെ ഹീറോ കയറി ഇരിക്കുകയാണ്. അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരുത്തനെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് അവൻ കൊല്ലുന്നുണ്ട്. അതിനുശേഷം ഇയാളുടെ ബോഡി ഒരു ചുമരന്റെ ബാക്കിൽ വെക്കാണ്. ഇപ്പൊ അതിലെ നടന്നു വരുന്നുണ്ടായിരുന്ന മറ്റൊരാളുടെ നേരെ ആ ഒരു ബോഡി കാണിക്കുകയാണ്. എന്നിട്ട് ഇയാളുടെ ശബ്ദത്തിൽ അവനിപ്പോ അയാളോട് സംസാരിക്കുകയാണ്. ആ ഒരു ക്രീച്ചർ ഇതിലെ ഓടിപ്പോയിട്ടുണ്ട്, വേഗം ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട് അയാളെ വിളിക്കുകയാണ്. അയാൾ അടുത്ത് വന്ന അതേ സമയത്ത് തന്നെ ഹീറോ ചാടി വീണിട്ട് അവന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുകയാണ്. അതിനുശേഷം ഇവരുടെ ടീമിലുണ്ടായിരുന്ന എല്ലാരും തന്നെ അവൻ കൊല്ലുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്താൽ മാർക്കോനെയും ടീമിനെയാണ് കാണിക്കുന്നത്. മാർക്കോയ്ക്ക് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പൊ വീടിന്റെ അടുത്ത് മാർക്കോ പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, നിന്നെ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് നിന്റെ അച്ഛനെയാണ് വേണ്ടത്, അദ്ദേഹം എന്റെ സ്റ്റെപ്പ് ഡാഡ് ആണെന്ന് നമ്മുടെ വേട് ഇപ്പൊ പറയുന്നുണ്ട്. ഹീറോ ഇപ്പൊ ഓടിയിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വേട് എവിടെ നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനെ മാർക്കോന്റെ ടീം കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവള് ബോധം കിട്ടി വീഴാണ്. ഹീറോ ഇപ്പൊ അവളെ എടുത്തിട്ട് കാടിന്റെ ഉള്ളിലുള്ള ആ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് വന്നതാണ്. ഡോക്ടർ ഇപ്പോ അയാളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് വെറുതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഒന്നും ചെയ്യുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ അയാൾ പറയാണ്, നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്, നമ്മളിനി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമാവുന്നുണ്ട്. അവളെ രക്ഷിക്കാനായിട്ട് അവനിപ്പോ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രില്ലർ എടുത്തിട്ട് അവന്റെ കയ്യിൽ ഒരു തുള ഇടുന്നുണ്ട്. ഇപ്പോ അതിലൂടെ വന്നിട്ടുള്ള ബ്ലഡ് അവളുടെ മുറിവിലേക്ക് ആക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അവൾക്ക് ബോധം വരുന്നുണ്ട്. ഇപ്പൊ വില്ലനെ അവന്റെ ഇൻവെസ്റ്റർ വിളിച്ചിട്ട് ഒരുപാട് ചീത്ത പറയാണ്. ഇത്രയും കാലമായിട്ട് നിനക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ, നിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പരിപാടിയെല്ലാം ഇവിടെ വെച്ചിട്ട് നിർത്തിക്കോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ വില്ലൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയത്താണ് മാർക്കോ വേടിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വില്ലൻ വന്നിട്ട് മാർക്കോനെ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ അടച്ചു വെക്കാനായിട്ട് പറയുന്നുണ്ട്. വേടിനെ എന്തിനാണ് അടച്ചു വെക്കാൻ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് മാർക്കോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ്. ബിടിഎച്ചിൽ നിന്നും ടോക്സിക് വേസ്റ്റ് ഒഴുക്കി വിട്ടിട്ടുള്ള ആ ഒരു വലിയ തടാകത്തിന്റെ കരയിൽ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നോക്ക് ഇവർ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ബിടിഎച്ചിനെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹീറോയിനും ഇപ്പൊ പറയാണ്. ഹീറോ പറയുന്നുണ്ട്, എനിക്ക് വേർഡ് മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം, അവൻ എവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയാണ്. മാർക്കോന്റെ ആ ഒരു അസാസിൻ ഗ്രൂപ്പില്ലേ, അവരൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ഹീറോ അവന്റെ മോപ്പൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നേരെ വന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന ആ ഒരു ജോക്കറിന്റെ മുഖത്തേക്ക് തന്നെ ഒരു അടി കൊടുക്കുന്നുണ്ട്. തല ഇപ്പൊ ചിതറിയിട്ട് 2 പീസ് ആവുകയാണ്. അടുത്തതായിട്ട് ഹീറോ അവന്റെ മോപ്പ് എടുത്തിട്ട് ഒരു ഏറെ എറിയുന്നുണ്ട്. മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്ന മറ്റൊരു ഗ്യാങ് മെമ്പറിന്റെ തല അങ്ങനെ തന്നെ പൊട്ടിത്തെറിക്കുകയാണ്. അതിനുശേഷം മോപ്പ് പോയി വീണത് അവിടെ DJ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മിഷനിലേക്കാണ്. DJ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ഗ്യാങ് മെമ്പറും അവിടുന്ന് ഷോക്ക് അടിച്ച് മരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഓരോ ഗ്യാങ് മെമ്പേഴ്സിനെയും അടിച്ചു കൊല്ലുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് DJക്ക് വന്നിട്ടുണ്ടായിരുന്ന അത്രയും ആൾക്കാരും എന്തിനാണ് അവരെ കൊന്നതെന്നൊക്കെ അവരിപ്പോ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ മൈക്ക് കയ്യിലെടുത്തിട്ട് ആ ഒരു കമ്പനീനെ പറ്റിയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതുമാതിരി ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ അവർ ആ ഒരു തടാകത്തിലേക്കാണ് തുറന്നു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഈ ഒരു ഗ്യാങ്ങിനെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെ അവർ കൊന്നിട്ടുണ്ട് എന്നൊക്കെ അവൻ വിശദമായിട്ട് തന്നെ പറയാണ്. ഈ ഒരു സമയത്ത് മാസ്ക് വെച്ചിട്ടുള്ള ആ ഒരു ഗ്യാങ് മെമ്പർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഹീറോയിൻ കറക്റ്റ് ആയിട്ട് അവനെ അടിച്ചു വീഴ്ത്താണ്. ഹീറോയിൻ ഇപ്പൊ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് വേടിനെ എവിടെയാണ് അടച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാന്ന് വെച്ചിട്ട് അവന്റെ മാസ്ക് പഴിക്കുകയാണ്. മാസ്ക് അയച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. നോക്കുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിലും ആ ഒരു BTH എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവന്റെ തല ഇപ്പൊ ചുരുങ്ങിയിട്ട് ചെറിയൊരു കുട്ടിയുടെ തലമാതിരി ആയിട്ടുണ്ട്. എവിടെയാണ് വേടിനെ അടച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ഹീറോയിനും കൂടിയിട്ട് നമ്മുടെ വില്ലന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കാവൽക്കാരുണ്ടായിരുന്നു. ഹീറോ ഇപ്പോ അവന്റെ കണ്ണ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്തോ ഒരു ക്യാമറ മാതിരി അതിങ്ങനെ നീട്ടി പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാണ്. അതിനുശേഷം അകത്തേക്ക് കയറാനുള്ള പ്ലാനൊക്കെ ഇവർ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവിടെ ഒരു ഷെഡിൽ നമ്മുടെ വേട് ഉണ്ടെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത്. അവനെ രക്ഷപ്പെടുത്താനായിട്ട് അവർ അവിടേക്ക് പോവാണ്. വേടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെഡിനുള്ളിൽ ഉറക്കെ വിളിച്ച് കൂവുന്നുണ്ടായിരുന്നു. ഇവൻ എന്താ ഇങ്ങനെ വിളിച്ചു പറയുന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ സ്റ്റാച്ചുവിൽ നിന്നും ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് വരാണ്. ഈ ഒരു ഗ്യാസ് അടിച്ചിട്ട് രണ്ടുപേരും ഇപ്പൊ ബോധം കെട്ട് വീഴുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് വില്ലന്റെ ആളുകൾ അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിലുള്ള ആ ഒരു സൂപ്പർ പവർ ഒക്കെ അവർ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിന്റെ ശരീരത്തിലേക്ക് ഒരു മിഷൻ കണക്ട് ചെയ്തിട്ട് അവന്റെ ബ്ലഡ് ഒക്കെ അവർ സക്ക് ചെയ്തെടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വില്ലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇനി എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അവന്റെ ശരീരത്തിലുള്ള ആ ഒരു ഫോർമുല കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെന്ന് ആ ഒരു സയന്റിസ്റ്റുകളോട് അവൻ പറയുന്നുണ്ട്. സയന്റിസ്റ്റുകളും നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിൽ ഒരുപാട് പരീക്ഷണം നടത്തുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അവന്റെ സൂപ്പർ പവറുകൾ മുഴുവനായിട്ടും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു തോന്നുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഇൻവെസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിനക്ക് തന്നിട്ടുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് മോനെ, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വില്ലൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന്റെ ബ്ലഡ് അങ്ങനെ തന്നെ കുടിക്കുകയാണ്. ഇവനിപ്പോ മെല്ലെ തിരിയുന്ന സമയത്ത് അവന്റെ രൂപം ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. നിനക്ക് റിസൾട്ട് അല്ലേ വേണ്ടത്, അത് ഞാൻ ഇപ്പൊ തന്നെ തരാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോ ഇൻവെസ്റ്ററിന് നേരെ ഓടി പോവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഇൻവെസ്റ്ററുടെ ആളുകൾ നമ്മുടെ ഹീറോയിന്റെ നേരെ ഷൂട്ട്
ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവൻ മോൺസ്റ്റർ ആയിട്ട് മാറിയതുകൊണ്ട് തന്നെ ഇവന്റെ ശരീരത്തിൽ ആ ഒരു ബുള്ളറ്റ് ഒന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അവൻ നേരെ വന്നിട്ട് ഇൻവെസ്റ്ററിനെയും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളെയും കൊല്ലുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ജെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവൾ നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. നോക്കുമ്പോൾ വില്ലൻ മുഴുവനായിട്ട് ആ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്കും സൂപ്പർ പവേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന ബ്ലഡ് അവളും കുടിക്കുകയാണ്. എന്നാൽ ഇത് കുടിച്ചതിന് ശേഷം അവളുടെ ശരീരമൊക്കെ ഭയങ്കര അഗ്ലി ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സയന്റിസ്റ്റുകളുടെ അടുത്തേക്ക് വന്നിട്ട് എന്നെ പഴയ രീതിയിലേക്ക് മാറ്റാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറയാണ്. ഇപ്പൊ നമ്മുടെ മാർക്കോനെ വിളിച്ചിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ വീടിനെ കൊല്ലാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ മാർക്കോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. അവനൊരു ചെറിയ കുട്ടിയില്ലേ, എന്തിനാ അവനെ കൊല്ലുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓഹോ, നീ എന്നെ എതിർത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓഹോ നീ ഇപ്പൊ എന്നെ എതിർത്ത് സംസാരിക്കാനായോ എന്ന് പറഞ്ഞിട്ട് മാർക്കോനെ അവൾ അടിച്ചു കൂട്ടുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് ബ്ലഡ് എടുത്തുകൊണ്ട് തന്നെ അവൻ ബോധം കെട്ട് അവിടെ കിടക്കുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവനെ എണീപ്പിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവൻ എണീക്കുകയാണ്. അവനെ കെട്ടിവെച്ചിട്ടുണ്ടാകുന്ന ചങ്ങലൊക്കെ വലിച്ചു പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ചങ്ങല ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് അത്ര ഈസി ആയിട്ട് അത് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് കണ്ണടച്ചോളം പറയാണ്. എന്നിട്ട് ഇപ്പൊ പാന്റിന്റെ സിബ് അഴിക്കുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ അവള് ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ സിബ് അഴിക്കുകയാണ്. അതിനുശേഷം ഇവന്റെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചങ്ങലയിലേക്ക് ഇപ്പോ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. ഇവന്റെ യൂറിൻ ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ചങ്ങലേക്ക് ഇപ്പൊ ഉരുകി പോവാണ്. ഇപ്പൊ ചങ്ങലയൊക്കെ അഴിച്ചതിന് ശേഷം രണ്ടുപേരും ആ ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയാണ്. ഇതേ സമയത്ത് വീടിനെ കൊല്ലുന്നതിനായിട്ട് രണ്ട് അസാസിൻസ് അവനിരിക്കുന്ന റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ട് വീടിനെ കൊല്ലാൻ പോകുന്നതിൽ ഒരുത്തനെ എറിഞ്ഞു കൊല്ലുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ മറ്റവൻ നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തുരുതുരാന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ വീടിനെ കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു ഷെഡില്ലേ, അതിന്റെ ഉള്ളിൽ ഒരു ഹൈഡ്രജൻ ടാങ്ക് ഉണ്ടായിരുന്നു. അതിലേക്കും ഒരു ബുള്ളറ്റ് പോയി കൊള്ളുന്നുണ്ട്. ബുള്ളറ്റ് കൊണ്ട് അതേ സമയത്ത് തന്നെ ആ ഒരു ഷെഡ് ഒന്നായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തരുത്ത് നിൽക്കുന്നുണ്ട്. വീടിന്റെ കൂടെ ഇവൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അവന്റെ കണ്ണിന്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. വീട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അവൻ തീർച്ചയായിട്ടും മരിച്ചിട്ടുണ്ടാവും. ഇത് ആലോചിച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് പ്രാന്ത് പിടിക്കുകയാണ്. ഇപ്പൊ വില്ലനും മോൺസ്റ്ററിന്റെ ഫോമിലേക്ക് ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അയാളിപ്പോ അവിടെ വന്ന് നിൽക്കുകയാണ്. വില്ലനെ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഹീറോ അവനെ അടിക്കാനായിട്ട് പോകുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന മോപ്പ് വെച്ചിട്ട് അവനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. എന്നാൽ വില്ലനും ഇപ്പൊ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുണ്ടല്ലോ. അവന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു കോടാലി വെച്ചിട്ട് അതൊക്കെ തടുക്കുന്നുണ്ട്. ഒരു ഘട്ടത്തില് നമ്മുടെ ഹീറോയുടെ മോപ്പ് വെച്ചിട്ട് ആ ഒരു കോടാലിയിലേക്ക് അടിക്കുകയാണ്. ഈ ഒരു മോപ്പിലുണ്ടായിരുന്ന ആസിഡിന്റെ പവർ കാരണം വില്ലന്റെ കോടാലി വരെ ഉരുകി പോകുന്നുണ്ട്. ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇവരുടെ ഈ ഒരു BTH എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്യാനായിട്ട് ഒരുപാട് തെളിവുകളായിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. നേരെ ഇപ്പോ അവളുടെ കാറിലേക്ക് വന്ന് കയറുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ജെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ജെ ഇപ്പോ അവളെ ആക്രമിക്കുകയാണ്. രണ്ടുപേരും കൂട്ടിയിട്ട് നല്ല രീതിയിൽ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ഒരു ക്ലോസറ്റ് വെച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ജെനെ അടിച്ച് വീഴ്ത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയും വില്ലനും അവിടേക്ക് എത്തുന്നുണ്ട്. വില്ലൻ ഇപ്പോ ഹീറോയിനെ അടിച്ച് വീഴ്ത്തിയേക്കാണ്. എന്നാൽ ജെ വീണ്ടും അവളുടെ ആയുധമായിട്ടുള്ള ആ ഒരു ക്ലോസറ്റ് എടുത്തിട്ട് വില്ലന്റെ പറയാൻ പറ്റാത്ത സ്ഥാനത്തേക്ക് അടിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോ റിവൈവ് ആയിട്ടുണ്ട്. അവനിപ്പോ ചാടി എണീറ്റ് വന്നിട്ട് വില്ലനെ തലങ്ങും വിലങ്ങിട്ട് അടിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ആരോ ഡാഡി എന്ന് വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഹീറോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വേട അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹീറോ നമ്മുടെ വില്ലന്റെ ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കോ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഡോർ വഴി വേടിനെ കെട്ടിയിട്ടുള്ള ആ ഒരു ഷെഡിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എക്സ്പ്ലോഡ് ആവുന്നതിന് മുന്നേ തന്നെ മാർക്കോ വേടിനെ കൂട്ടി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇപ്പോ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നീ എന്നെ എന്താ വിളിച്ചത്, ഡാഡിന്നോ? ഇനിയും കൂടി നീ എന്നെ ഡാഡി എന്നല്ലേ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരുപാട് ഇമോഷണൽ ആയിട്ട് നമ്മുടെ വേടിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വില്ലൻ വീണ്ടും അവിടുന്ന് എണീറ്റ് വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യാണ്. ഹീറോ ഇപ്പോ അവനുമായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തില് വില്ലനെ അവന്റെ മോപ്പ് കൊണ്ട് കുത്തിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്ന കാറിന്റെ എഞ്ചിനിലേക്ക് ഇവന്റെ തല അടിക്കുകയാണ്. ഇപ്പൊ വില്ലന്റെ തല എഞ്ചിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഹീറോയിന്റെ അടുത്ത് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറയാണ്. അവൾ ഓടിപ്പോയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ടായി അതേ സമയത്ത് തന്നെ വില്ലന്റെ തല ചെതറി തെറിക്കുന്നുണ്ട്. അങ്ങനെ സമാധാനമായി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ജെ എണീറ്റ് വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ മോപ്പ് എടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് തന്നെ കുത്തി കയറ്റാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് മരണമേ ഉണ്ടായിരുന്നില്ലല്ലോ. അവനിപ്പോ ആ ഒരു മോപ്പ് വലിച്ചു വരുന്നുണ്ട്. ജെനെ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോക്സിക് ബാരലിലേക്ക് ഇവളുടെ തല ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന മോപ്പിന്റെ ഹീറ്റ് കാരണം അത് എക്സ്പ്ലോഡ് ആവുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവന്റെ ഡോക്ടർ വന്നിട്ട് പറയാണ്, നിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ക്യാൻസർ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ നീ എന്തായാലും ക്യൂർ ആവും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ BTH എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി മുഴുവനായിട്ട് പൂട്ടുകയാണ്. ഈ ഒരു നാട്ടിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ തന്നെ നമ്മുടെ ഹീറോയിനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അവന് ടോക്സിക് അവഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കൊടുക്കുകയാണ്. വേടുപ്പ് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീടുള്ള കാലം മുഴുവനും ഇവർ രണ്ടുപേരും അച്ഛനും മകനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ ഒരു സോംബി കോഴി ഉണ്ടായിരുന്നില്ലേ, അതൊരു 3 മുട്ടയിട്ടിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് ആഹാ നീ അമ്മയാവാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ക്യൂട്ടായി ഈ ഒരു കോഴിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ഈ 3 മുട്ട ഓംലേറ്റ് ആക്കാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിന്റെ റിയൽ ആയിട്ടുള്ള പേരെന്താണെന്ന് അറിയെങ്കിൽ അയാൾ അഭിനയിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയോ സീരീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.